പ്രിയമുള്ളവരെ, നമ്മൾ മറ്റേ വ്യക്തികളെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റു മക്കൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആ ഒരു മനസ്സിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ തുക പോലെ കടന്നു വരും. ഇപ്പം ഞാൻ ബെന്നിയച്ചൻ, നിങ്ങൾ ചിലരെങ്കിലും എൻ്റെ ധ്യാനം കൂടിയതാണ്. അപ്പോൾ പ്രിയമുള്ളവർ, നിങ്ങൾ പറയും ബെന്നിയച്ചൻ സമം ഇന്നത്. അതുപോലെ നിൻ്റെ ഭാര്യ, നിൻ്റെ ഭർത്താവ്, നിനക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിരിക്കാം. അല്ല, അച്ഛൻ പറഞ്ഞ പോലെ എൻ്റെ കുടുംബത്തിൻ്റെ പ്രത്യേകതയായിട്ട് കടന്നു വന്ന പല കാര്യങ്ങളാകാം. ഒരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെയായി. പ്രൈസ് ദി ലോർഡ്. അത് നെഗറ്റീവ് ആകാം, പോസിറ്റീവ് ആകാം. ഈ ശുശ്രൂഷയിലൂടെ, ഈ ധ്യാനത്തിലൂടെ അങ്ങനെ നെഗറ്റീവായി കടന്നു വന്ന പല കാര്യങ്ങളും ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും. ആ ഒരു ശുശ്രൂഷയാണ് നമ്മൾ ഈ നോമ്പുകാല ധ്യാനത്തിലൂടെ തമ്പുരാന്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ, കുരിശിൻ്റെ ശക്തിയാൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. അപ്പം അങ്ങനെ അവസ്ഥയിൽ നമുക്ക് ചിന്തിക്കുന്ന ഒരാൾ, നമ്മുടെ പൂർവ്വപിതാവ് ജോസഫ്. അച്ഛൻ ഈ കഥ പറയുന്നത്, കഥയൊന്നുമല്ല കേട്ടോ, സംഭവം പറയുന്നത് അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ പലതും കടന്നു വന്നിട്ടുണ്ടെന്നേ. അത് സമർപ്പിച്ച് പ്രാർത്ഥി വിടുതൽ പ്രാപിക്കാൻ സാധിക്കുന്നേ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ചിന്തിച്ചേ, പൂർവ്വപിതാവായ ഈ ജോസഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്നതാ കടന്നു വരുന്നത്? ഒത്തിരി കാര്യം കടന്നു വരും, അത് എനിക്കറിയാം. ചിലപ്പുറമായിട്ടും ഞാൻ ജോസഫിനെ വിലയിരുത്തുന്ന ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ജോസഫ് സമം ചതിയൻ. ചതി എന്ന് വെച്ച് മുദ്ര കുത്തല്ലേ കേട്ടോ, ഞാനൊരവസ്ഥ പറഞ്ഞതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മനസ്സിലേക്ക് ആദ്യകാല ജീവിതത്തിൻ്റെ അവസ്ഥയിൽ യാക്കോബായ ചതിയൊന്നും പിന്നീട് കടന്നു വരുന്നില്ല. ദൈവത്തിൻ്റെ ഒരു സ്പർശനത്തോടുകൂടി ജോസഫിൻ്റെ പഴയ സ്വഭാവം മുഴുവൻ മാറി. ജോസഫ് പുതിയ വ്യക്തിയായി മാറി. ആ ഒരു വാഗ്ദാനമാണ് നമ്മൾ ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എങ്ങനെ ആയെന്നാദ്യം ചിന്തിക്കണ്ടേ പ്രിയമുള്ളവരെ? എങ്ങനെ ആയിരുന്നു എന്ന് ചിന്തിക്കണ്ടേ പ്രിയമുള്ളവരെ? നമ്മൾ അതിലേക്ക് കടന്നു പോകാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെയൊക്കെ ജീവിതത്തിലും തലമുറയിലും പാരമ്പര്യത്തിലും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വന്നു. അപ്പം നീ ഇങ്ങനെ ആയത് നമ്മളാരും കുറ്റപ്പെടുത്തണ്ട, ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്കെല്ലാവർക്കും അങ്ങനെതായ ചില അവസ്ഥകളുണ്ട്. അപ്പോൾ ചില വ്യക്തി കൂടുതലുണ്ടാവാം, ചില വ്യക്തി കുറവുണ്ടാകാം. ഒന്നുണ്ട്, അങ്ങനത്തെ അവസ്ഥയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയമുള്ളവരെ, ബേസിക് ആയിട്ട് യാക്കോബിന്റെ സ്വഭാവം ചതി പോലെ, അത് ചതിയൻ എന്നോ നമുക്കുണ്ട്. ഇനി അതൊന്നിൽ കടന്നു പോകാം. പക്ഷെ അതല്ല ചിന്തിക്കേണ്ടത്. അതിനുശേഷം തമ്പുരാന്റെ ഒരു സ്പർശനം യാക്കോബിന് കിട്ടി. അതോടൊരു യാക്കോബ് മുഴുവനുമായി മാറ്റം വന്നു. അനുഗ്രഹത്തിന്റെ വലിയ സ്രോതസ്സായി യാക്കോബ് മാറി. അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിലും, അതിലേക്ക് എത്തണമെങ്കിൽ ഏതു തരത്തിലൊക്കെ എനിക്ക് കടന്നു വന്നു, എങ്ങനെ വിടുതൽ വേണമെന്ന് ആദ്യം ചിന്തിക്കണം. ഒന്നാമത് ചതി എന്ന് പറയുമ്പോൾ ജന്മസിദ്ധമായി കിട്ടിയ സ്വഭാവം ഈ യാക്കോബിന്റെ ചതി സ്വഭാവം അല്ലേ? ജന്മസിദ്ധമായിട്ട് കിട്ടിയതാ. അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഈ ചതിയുടെ സ്വഭാവം അവനുണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ഹല്ലേലൂയ. ഈ റബേക്ക പാവം അമ്മച്ചി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉള്ളിക്കിറന്ന് ഏസാവും യാക്കോവും അടിയോടടി, ചവിട്ടോട് ചവിട്ട്, കുത്തോട് കുത്ത്. പ്രൈസ് ദി ലോർഡ്. എന്തിനു വേണ്ടിയാണ്? ഒറ്റ കാര്യം, ആര് പുറത്തേക്ക് വരും? ആർക്കാണ് കടിഞ്ഞൂൽ അവകാശം ലഭിക്കാൻ പോകേണ്ടത്? ഇത് സൈക്കോളജിക്കൽ അപ്രോച്ച് അച്ഛൻ പറയണ കേട്ടോ, അല്ലാതെ ഉള്ളി കിടന്ന് വഴക്കടിച്ച് ഇതിനു വേണ്ടിയാ, അങ്ങനെയൊന്നും അല്ല കേട്ടോ. എങ്കിലും അച്ഛൻ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് വെച്ച് പറയുകയാണത്. അതായത് രണ്ട് പിള്ളേർ ഉള്ളി കിടക്കുക, ആര് പുറത്തേക്ക് വരുന്നോ ആ വ്യക്തിക്ക് കടിഞ്ഞൂൽ അവകാശം. അതായത് അപ്പൻ്റെ സ്വത്തിൽ 3/2 കിട്ടും, പിന്നെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും കൂടി വീതം വയ്ക്കുന്നത്. അപ്പം അത് കിട്ടാൻ വേണ്ടി അപ്പം അവൻ്റെ ഉള്ളിൽ ഈ കടിഞ്ഞൂൽ അവകാശം, അതിൻ്റെ സ്വഭാവം എന്താണത്? വഴക്കടിക്കുന്നു. നിങ്ങൾ നോക്കിയേ, ഇതൊരു സ്വഭാവത്തിൻ്റെ ഒരു പ്രത്യേകത മാത്രം അച്ഛൻ പറയണ കേട്ടോ. അവസാനം 2 കൂടെ വഴക്കടിച്ചു. ആര് പുറത്തേക്ക് വന്നു? ഏസാവ് പുറത്തേക്ക് വന്നു. ഏസാവ് പുറത്തേക്ക് വന്നാൽ പോലും
നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച്, എങ്ങനെ പുറത്തേക്ക് വന്നത്? ഏസാവിൻ്റെ കുതികാല് പിടിച്ചുകൊണ്ട്. കുതികാല് പിടിക്കുക എന്താ അർത്ഥം? ചതിയുടെ മറ്റൊരു രൂപഭാവമല്ലേ പ്രിയമുള്ളവർ? അപ്പൊ രണ്ടെണ്ണം പുറത്തേക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നീട് നോക്ക്, ഈ യാക്കോബിന്റെ സ്വഭാവം ഒന്നൊന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അവന്റെ മനസ്സിലെ ചതിയുടെ അവസ്ഥ തിരിച്ചറിയാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനസ്സിലെ ആ കടിഞ്ഞിൽ അവകാശം നേടിയെടുക്കുന്നുണ്ട്. എങ്ങനെയാണ്? യാക്കോബ് ഏസാവ് നോക്കുമ്പോൾ ഏസാവ് നല്ല കൃഷിക്കാരനാണ്. അപ്പോൾ ഇത് യാക്കോബിനറിയാലോ. ഈ ഏസാവിൽ നിന്നും കടിഞ്ഞുൽ അവകാശം വീണ്ടെടുക്കാനല്ല, എടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പണി യാക്കോബ് ചെയ്യുന്നുണ്ട്. ഏസാവ് പാവം പകലന്തിയോളം അധ്വാനിച്ചു, കഷ്ടപ്പെട്ട് വരികയാണ്. നല്ല വിശപ്പായിരിക്കും. ഇത് യാക്കോബിനറിയാം. അവൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഏസാവിന് ഇഷ്ടപ്പെട്ട നല്ല ചമന്ന പായസം, നമ്മുടെ കടപ്രധാനം എന്ന് വേണമെങ്കിൽ പറയാം, അതുണ്ടാക്കി റെഡിയാക്കി വെച്ചേക്കുക. ഒന്ന് ടെംപ്റ്റ് ചെയ്തു. അപ്പോൾ ഏസാവ് കേട്ടു, ഇവന് വിശപ്പാ, എനിക്ക് തരൂടാ ഒരു ഗ്ലാസ് പായസം ചോദിച്ചു. അപ്പോൾ യാക്കോബ് ഈ ചോദ്യത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. ഓ തരാതോ ചേട്ടാ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു കേസുണ്ട്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് ഞാൻ പായസം തരാം, അതിന് പകരം ചേട്ടനിക്ക് കാര്യം ചെയ്യണം, ഒരു കാര്യം തരണം. ഓ വിശന്നിരിക്കുന്നുണ്ട്, എന്നാ വേണേലും ചെയ്തു തരാം, പായസം കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചു. ഓക്കെ, നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? ചേട്ടൻ്റെ കടിഞ്ഞുൽ അവകാശം എനിക്ക് തരണം. ആ നീ എടുത്തോളാൻ പറഞ്ഞു. കൊടുത്തു, പായസം കിട്ടി. പായസം കുടിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവെ ചതിച്ചല്ലോ, എൻ്റെ കടിഞ്ഞുൽ അവകാശം പോയല്ലോ. ഒരു ചതി. ഇങ്ങനെ എന്തോരും ചതിയുടെ അവസ്ഥ നമ്മൾ കാണുന്നില്ലേ? വീണ്ടും അപ്പൻ്റെ അനുഗ്രഹം ഭയങ്കര ശക്തിയാണ്. പഴയ നിയമ കാഴ്ചപ്പാടനുസരിച്ച് അമ്മയും കൂട്ടുന്നു. ഇവൻ പോയി ഏസാവിനെ പോലെ ആയി അനുഗ്രഹം ഭാവിച്ചു. പിന്നീട് അതറിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു സ്വഭാവം അമ്മയ റെബേക്ക തിരിച്ചറിഞ്ഞു. അധികം വൈകാതെ ഇങ്ങനെ പോയാൽ അമ്മയ്ക്ക് യാക്കോബിൻ്റെ കൂടുതൽ സ്നേഹമാണ് നഷ്ടമാവെന്ന് പേടിച്ചപ്പോൾ അമ്മയും ഇവൻ്റെ ചതിപ്രയോഗത്തിന് കൂട്ടുനിന്നില്ലേ? അപ്പൻ്റെ പറയുന്നില്ലേ? ചെറിയ കള്ളം പറഞ്ഞില്ലേ? എന്നാ പറഞ്ഞേ? എൻ്റെ ആങ്ങളുടെ അടുത്തേക്ക് യാക്കോബിനെ പറഞ്ഞു വിടാം. അവിടെയാണ് അവൻ്റെ മുറപ്പെണ്ണുണ്ട്. എൻ്റെ ആങ്ങളയ്ക്ക് ഒരുത്തിനെ കെട്ടിയിട്ട് വന്നോട്ടെ. ഇവിടെ നിന്നാൽ വിദേശ വലിയ വില ഇഷ്ടപ്പെടാത്ത, യഹോവ ആഗ്രഹിക്കാത്ത സ്ത്രീകളെ കെട്ടുട്ടോ. അപ്പനെ ബുദ്ധി തോന്നിയില്ല. ബുദ്ധിയല്ല, അമ്മയുടെ ആ ചിന്ത മനസ്സിലാക്കിയില്ല. എന്നാൽ പോട്ടെ എന്ന് പറഞ്ഞു. ഞാനതല്ല പറയാൻ ഉദ്ദേശിച്ചത്. അവിടെ പോലും അവൻ്റെ ആ സ്വഭാവം നമുക്ക് കാണുന്നുണ്ട്. പക്ഷെ ഒന്നുണ്ട് പ്രിയമുള്ളവരെ, കൊടുത്ത കൊല്ലത്തും കിട്ടും നമ്മൾ പറഞ്ഞില്ലേ? അത് കറക്റ്റാ. ഈ പോകുന്ന പോക്കിന് ലാഭം പറ്റിച്ചു അല്ലേ? ലാഭം പറ്റിച്ചു. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഇങ്ങനെയുള്ള ചില ബന്ധനങ്ങൾ തമ്പുരാന് മാത്രമാണ് വിടുതൽ തരാൻ പറ്റുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിന് ഏറ്റവും ഉദാഹരണം എന്ന് പറയുമോ, ഇവൻ്റെ ഈ സ്വഭാവം എങ്ങനെയാണ് മാറ്റപ്പെട്ടത്? അതിനു മുന്നേ ശ്രമിക്കുന്നുണ്ട്. അത് യഥാർത്ഥമായൊരു വഴിയല്ല. ആ പോകുന്ന പോക്കിന് അമ്മാവൻ്റെ അടുത്തെത്തിയപ്പോൾ ഇളയ പെൺകുട്ടി റാഹേലിനെ കണ്ടു. അതിനെ കണ്ടപ്പോൾ പിന്നെ ആ ചിന്ത മാത്രം അവനുള്ളൂ. പക്ഷേ അവന് പോകുന്ന വിടുതൽ കിട്ടുന്നില്ല. വീണ്ടും തിരിച്ചറിയുന്നുണ്ട്, യാക്കോബിനെ ലാഭാൻ പറ്റിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ ലാഭാൻ പറ്റിച്ചാലും ആരെ പറ്റിക്കുന്നത്? യാക്കോബിനെ. തിരിച്ച് പണി കൊടുത്തിട്ട് യാക്കോബ് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥ നമ്മൾ കാണുന്നില്ലേ? പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ തിരിച്ചറിഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു ചതി എന്ന് അവൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അതവൻ ചെയ്യുന്നു. ഞാൻ പറയാൻ വന്ന കാര്യം, ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പല രീതിയിൽ കടന്നു വരുന്നുവെങ്കിലും അതിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കുവാൻ യാക്കോബിനെ പോലെ തന്നെ നമുക്കും സാധിക്കും. കുരിശിന്റെ ശക്തിയാൽ, കുരിശിൽ നിന്നും ഇറ്റുറ്റി വീഴുന്ന രക്തത്തിന്റെ യോഗ്യതയാലും ആ സംഭവിക്കുന്നത് എങ്ങനെയാ? യാക്കോബിലേക്ക് നോക്കിയേ. കുറെ കഴിഞ്ഞപ്പോൾ യാക്കോബ് അമ്മാവനപ്പനായ അല്ലെ അങ്കിളായ യാക്കോബിന് പറയുന്നുണ്ട്,
അപ്പ 2 ഭാര്യമാരായി, ഞാൻ തിരിച്ചു പൊക്കോട്ടെ. അപ്പോൾ ലാബാൻ വിചാരിച്ചു, അത് യാക്കോബ് പറയുകയും ചെയ്തു, നീ ഉള്ളതുകൊണ്ടാണ് ഈ സ്വത്തൊക്കെ എനിക്ക് സമ്പാദിക്കാൻ സാധിച്ചു, മോനെ പോലെടാ എന്ന് പറഞ്ഞു. അപ്പൊ യാക്കോബ് പറഞ്ഞു, ഇവനെല്ലാ സൂത്രം അറിയാവുന്നതല്ലേ, അപ്പ എനിക്കറിയാം അപ്പൻ എന്തുകൊണ്ടാണ് പോകണ്ടെന്ന് പറയുന്നത്. അപ്പൻ്റെ സ്വത്തൊക്കെ കൊണ്ടുവന്ന് മേടിച്ചല്ലേ, അപ്പൻ എനിക്ക് ഒന്നും തരണ്ട. അവൻ്റെ തനി സ്വഭാവം അവിടെ കാണിക്കുന്നില്ലേ. എന്നിട്ട് അവൻ പറയാ, ഇപ്പോഴുള്ള ഒരു സ്വത്തിനും ഞാൻ അവകാശം പറയത്തില്ല. പിന്നെ ഏതെങ്കിലും അപ്പൻ്റെ ആടുകൾക്ക് പുള്ളിക്കുത്തുള്ള ആടുണ്ടെങ്കിൽ ഞാൻ എടുത്തോട്ടെ, ആൾക്ക് എടുത്തോളാൻ പറഞ്ഞു. ലാബാനറിയാം ഒരു ഒറ്റാട് പോലും പുള്ളിക്കുത്തുള്ള ആടില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എടുത്തോളാൻ പറഞ്ഞു. സൂത്രക്കാരൻ യാക്കോബിന് വഴിയില്ലേ, ഓടി ഒപ്പിച്ചില്ലേ. ആ പരീക്ഷ നിങ്ങൾക്കറിയാം. അതല്ല പ്രിയമുള്ളവരെ, ഇതാണ് യാക്കോബ്. അവന് ജീവിതത്തിലേക്ക് ജന്മസമയത്ത് തന്നെ, അതിനു മുന്നേ തന്നെ, പിന്നീട് ജീവിതത്തിലുടനീളം കാണുന്നുണ്ട്. പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി ബന്ധനങ്ങളും അടിമത്തങ്ങളും പലതരത്തിലും വ്യക്തിപരമായ ജീവിതത്തിലൂടെയോ പാരമ്പര്യത്തിലൂടെയോ തലമുറയിലൂടെയോ മാതാപിതാക്കളെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയുള്ള ഏത് ബന്ധനമാണെങ്കിലും ഏത് അവസ്ഥയാണെങ്കിലും നിനക്ക് മോചനം പ്രാപിക്കാൻ സാധിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കി, നിങ്ങളുടെ കുടുംബത്തെ എടുത്ത് നോക്ക്. നിങ്ങളുടെ കുടുംബത്തിൽ എന്തെല്ലാം രോഗങ്ങൾ എടുത്ത് നോക്കിയേ, അല്ലേ? അല്ല, നിന്റെ അപ്പൻ്റെ പല സ്വഭാവം നിന്നെ കൈമാറ്റപ്പെട്ടു, മദ്യപാനമോ അല്ലെങ്കിൽ മറ്റു പലതും. ചിന്തിക്കുക. ഇതാണ് അച്ഛൻ പറയുന്നത്. ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുവാൻ സഹായിച്ചുവെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഈ പ്രത്യേക ശുശ്രൂഷയിലൂടെ പൂർണ്ണ വിടുതൽ കർത്താവ് നിനക്ക് തരും. ഒന്ന് മാത്രം, യാക്കോബിന്റെ ജീവിതത്തിലേക്ക് ഈ ചതിപ്രയോഗം, ചതിയൻ എന്ന സ്വഭാവം കടന്നു വന്നു. അതുപോലെ നിന്റെ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്ന ഒത്തിരി കാര്യമുണ്ടാകും. അതെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നിനക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് യാക്കോബിന്റെ ജീവിതം കാണുന്നത്. അപ്പനെയും ഒക്കെ പറ്റിച്ച് വരുന്നുണ്ട്. വേറെ കാര്യം ചിന്തിച്ചു നോക്കിയേ, ചക്കിക്കൊത്ത ചങ്കരം പോലെ. ആ യാക്കോബിനെ പോലെ തന്നെ സ്വഭാവമാണ് ഭാര്യയ്ക്ക് കിട്ടിയത്. അത് തക്കേണയില കൊടുക്കുന്നത്. ഇനി ഈ ഒരു അവസ്ഥയിൽ നിന്നും എങ്ങനെയാണ് യാക്കോബ് വിടുതൽ പ്രാപിക്കുന്നത്? അതാണ് അച്ഛൻ പങ്കുവയ്ക്കാനുള്ളത്. മടങ്ങി വരികയാണ്, ഭാര്യമാരും മക്കളും എല്ലാം കൂടെയും വരുന്നുണ്ട്. ഒരു കാര്യം ശ്രദ്ധിച്ചേ പ്രിയമുള്ളവര്, ആ യാത്രയുടെ ഏതാണ്ട് സമാപനമായപ്പോൾ ദൈവമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ട്. അതാണ് ദൈവത്തെ കണ്ടുമുട്ടി, ദൈവം തൊട്ടു. അതിലപ്പുറമായിട്ടും ദൈവം ഒരു വിടുതല് യാക്കോബിന് കൊടുത്തു. ആ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന സമയം ദൈവമായിട്ട് ഒന്നായി ചേർന്ന് അങ്ങനെ ഒരു മല്ലയുദ്ധം, അത് പ്രത്യേക പ്രാർത്ഥനയുടെ ഒരു ആഴമായ അവസ്ഥയിലേക്ക് വേണമെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്ക്. ശ്രദ്ധിച്ചോളൂ. അവസാനം യാക്കോബ് പറയുന്നുണ്ട്, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല. തീർച്ചയായിട്ടും ഹിപ്പിന് ഒരു അടി കൊടുത്തു എന്നൊക്കെ പറയുന്നത് അത് അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ. അതിനുശേഷം യാക്കോബ് സഹോദരനായ ഏസാവിൻ്റെ അരികിലേക്ക് ചെല്ലുന്നു. എന്തോ ഒരു നല്ലൊരു ഡീലിങ്സ് ആണ്, ഒരു ബന്ധമാണ് സഹോദരങ്ങൾ തമ്മിലുണ്ടായത്. പേടിച്ച് ഭയപ്പെട്ട് യാക്കോബ് ഏസാവിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഏസാവ് എത്രയോ അനുകമ്പാപൂർവമായിട്ട് സ്നേഹപൂർണമായിട്ട് എന്തു ചെയ്തു? യാക്കോബിനെ സ്വീകരിക്കുന്നു. ആ ഒരു സ്പർശനമുണ്ട്. പിന്നീട് നമ്മൾ യാക്കോബിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന വലിയ മാറ്റമുണ്ട്. ഈ യാക്കോബ് നിമിത്തമായിട്ടാണ് പൂർവ്വപിതാക്കന്മാരിലൂടെ സംഭവിക്കേണ്ട പലതും ദൈവം ചെയ്തത്. 12 മക്കൾക്ക് വേണ്ടി അവരെക്കുറിച്ചുള്ള വ്യക്തമായ ദൈവിക പദ്ധതി വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ.